ഉത്സവ സീസണുകളിൽ തിയേറ്ററുകളിൽ താരങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ ഇപ്പൊ ഈ ഒരു ക്രിസ്മസ് സീസൺ ആണെങ്കിൽ തന്നെ 2-3 സിനിമകൾ ഇറങ്ങുന്നുണ്ട്, താരങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമൊക്കെ ഉണ്ടാവും. പക്ഷെ പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു താരത്തിന് തന്നെ 3-4 സിനിമകളൊക്കെ ഇറങ്ങിയിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അത്തരത്തിലുള്ള ഒരു സീസൺ, ഒരു ഓണം സീസണെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1986 ഓണം സീസൺ. അന്ന് ഒരുപാട് സിനിമകളാണ് അന്ന് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നത്. ശരിക്കും അന്നത്തെ പ്രേക്ഷകർക്കൊക്കെ ഒരു ചാകര തന്നെയായിരുന്നു. അതിലന്ന് പ്രധാനമായിട്ട് പറഞ്ഞത് മമ്മൂക്കയുടെ, അത് 86 എന്ന് പറയുന്ന വർഷം തന്നെ മമ്മൂക്കയുടെ കരിയറിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം ഹിറ്റും ഉണ്ട്, എന്നാൽ കുറേ ഫ്ലോപ്പുകളും ഉണ്ട്. അങ്ങനത്തെ ഒരു വർഷമായിരുന്നു. അപ്പോൾ 86 ഓണത്തിന് മമ്മൂക്കയുടെ ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നത് ഒന്ന് ആവനാഴി, പിന്നെ നന്ദി വീണ്ടും വരിക, അതുപോലെ തന്നെ ന്യായവിധി, പൂവിന് പുതിയ പൂന്തെണ്ടൽ, പിന്നെ വീണ്ടും എന്ന് പറയുന്ന ഒരു സിനിമയും ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഓണത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, കുറച്ച് ദിവസം മുമ്പാണ് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇത്രയും സിനിമകൾ, അതായത് ആ സമയത്ത് ഒരു 5ഓളം സിനിമകൾ ആ ഫെസ്റ്റിവൽ സീസണിൽ മമ്മൂക്കയുടെ ആയിട്ട് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആവനാഴി നമുക്കറിയാം, അത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഐ.വി. ശശിയുടെ സിനിമ. അപ്പുറത്ത് നന്ദി വീണ്ടും വരിക എന്ന് പറയുന്നത് മമ്മൂക്ക അതിൽ ഇത്തിരി ഒരു കോമഡി ക്യാരക്ടറൊക്കെയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്. അതിൽ പി ജി വിശ്വംഭരനാണ് സംവിധാനം ചെയ്തത്. പിന്നെ സായം സന്ധ്യ, ജോഷിയുടെ സായം സന്ധ്യ, ന്യായവിധി, വീണ്ടുമല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്, വീണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഓണത്തിന് സായം സന്ധ്യയാണ്. അങ്ങനെ 5 സിനിമകളാണ്. അതായത് ആവനാഴി, നന്ദി വീണ്ടും വരിക, പൂവിന് പുതിയ പൂന്തണ്ടൽ, സായം സന്ധ്യ, ന്യായവിധി. ഇതിൽ ന്യായവിധിയും സായം സന്ധ്യയും ജോഷി ഡെന്നീസ് ജോസഫ് കൂട്ടുകെട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇതിൽ ഈ പറയുന്ന 5 സിനിമകളിൽ ശരിക്ക് പൂവിന് പുതിയ പൂന്തണ്ടൽ ഫാസിലിന്റെ സിനിമയാണ്. അതും വളരെ നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ വളരെ രസകരമായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. ഈ 5 സിനിമകളിൽ ശരിക്കും നമുക്ക് ഗുണം ചെയ്തത് ആവനാഴി മാത്രമാണ്. മറ്റു 4 സിനിമകളും അന്ന് പരാജയമായിരുന്നു. അതെനിക്കൊണ്ട് പൂവിന് പുതിയ പൂന്തണ്ടൽ അതിന് നഷ്ടം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ആവനാഴി ആയിരുന്നു അന്നൊരു ഹിറ്റായിരുന്നത്. അപ്പുറത്ത് ലാലേട്ടനാണെങ്കിൽ ഒന്ന് സുഗമോ ദേവി, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ, രണ്ടും 2 തരത്തിലുള്ള സിനിമകൾ. നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ നമുക്കറിയാം പത്മരാജൻ്റെ, ഇന്നും നമ്മൾ റിപ്പീറ്റായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. സുഗമോ ദേവി ആണെങ്കിൽ അതിൽ ലാലേട്ടനല്ല നായകൻ, ശങ്കറാണ് നായകൻ. പക്ഷേ നമുക്ക് ആ സിനിമയിലും നമുക്ക് ലാലേട്ടനെ മറക്കാൻ പറ്റില്ല. ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ഭയങ്കര എന്താ പറയുക, കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര അതിൽ മരിക്കുന്ന ക്യാരക്ടർ നിങ്ങളെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് വേണുനാഗവള്ളി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കലാകാരൻ്റെ, അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സാണ് അതിലെല്ലാവരും. അതിൽ ഈ പറഞ്ഞ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, മരിച്ചു പോകുന്ന ഒരു ക്യാരക്ടറൊക്കെ ശരിക്കും അന്നത്തെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഇവർക്കൊക്കെ ചേട്ടനെ പോലെ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ശരിക്കും അതൊരു എപ്പിസോഡ് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഉള്ളത് മറ്റൊരു റിലീസ് ബാലചന്ദ്രമേനോൻ, അന്നത്തെ ഫാമിലി ഡയറക്ടർ, എന്താ പറയുക, കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായ സംവിധായകൻ, ഹിറ്റ് മേക്കർ. വിവാഹിതരെ ഇതിലെ അതിൽ ഒരു പുതിയൊരു നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പാർവതി, നമ്മുടെ പാർവതി ജയറാമിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു ഓണത്തിന് പ്രധാനമായിട്ട് തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അതിൽ ശരിക്കും വിന്നറായത് ആവനാഴിയാണ്. പക്ഷെ അപ്പുറത്ത് ലാലേട്ടൻ്റെ ഈ 2 സിനിമകളും അന്ന് തിയേറ്ററിൽ അത്യാവശ്യം ഓടിയതായിരുന്നു. മമ്മൂക്കയ്ക്ക് അന്ന് ഈ പറയുന്ന 4 പരാജയങ്ങളും കിട്ടി. ഇപ്പുറത്ത് ബാലചന്ദ്രമേനോൻ്റെ സിനിമയും അന്ന് തിയേറ്ററിൽ അത്ര വിജയമല്ലായിരുന്നു. സ്ഥിരമായിട്ടുള്ള ബാലചന്ദ്രമേനോൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി താഴെയായിരുന്നു ആ ഒരു സിനിമകൾ. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഈ സിനിമകളൊക്കെ ഇന്നും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സിനിമകളാണ്. ഈ പരാജയപ്പെട്ട സിനിമകളൊക്കെ ആണെങ്കിൽ പോലും അന്ന് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് അതിന് എന്താ പറയുക, അന്ന് ജനിച്ചിട്ടില്ലാത്ത ഓഡിയൻസ് വരെ ഇന്നും യൂട്യൂബിൽ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിൽ പൂവിന് പുതിയ പൂന്തണ്ടൽ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മറ്റു ഭാഷകളിലേക്കൊക്കെ റീമേക്ക് ചെയ്തിരുന്നു. അതിൽ സത്യരാജാണ് തമിഴിൽ, പിന്നെ അംബരീഷ്, അതുപോലെ തന്നെ ചിരഞ്ജീവി, ഇവരൊക്കെയാണ് ഓരോ ഭാഷകൾ ചെയ്തത്. ഹിന്ദിയിലും അത് ഉണ്ടായിരുന്നു. ഇതെല്ലാം ആ ഭാഷകളിലൊക്കെ വിജയമായിരുന്നു. പിന്നെ അതിൽ സുരേഷ് ഗോപി വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പൂവിന് പുതിയ പൂന്തണ്ടലും സുരേഷ് ഗോപി വില്ലനായിട്ടുണ്ട്. സായം സന്ധ്യയിലും സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്നുണ്ട്. അന്ന് സുരേഷ് ഗോപിയൊക്കെ സിനിമയിൽ വന്ന് തുടങ്ങുന്ന ഒരു സമയവും ഇതുപോലെ വില്ലൻ റോളുകളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഇതിൽ ബാബു ആൻ്റണി പൂവിന് പുതിയ പൂന്തണ്ടൽ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ എല്ലാ ഭാഷയിലും ബാബു ആൻ്റണിയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ആ ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഈ പൂവിന് പുതിയ പൂന്തണ്ടൽ കണ്ടിറങ്ങിയിട്ട് ഫാസിലിൻ്റെ കൂടെ ഫാസിലിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അന്ന് ചെറിയ കുട്ടിയായിരുന്ന ഫഹദ് ഫാസിൽ വില്ലനായ ബാബു ആൻ്റണിയെ കണ്ടിട്ട് പേടിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത്ര ഞെട്ടിച്ച ഒരു ക്യാരക്ടറായിരുന്നു ബാബു ആൻ്റണിയുടെ.
അതിലെ എല്ലാ ഭാഷയിലും റീമേക്ക് ചെയ്തപ്പോഴും അതിലെ വില്ലൻ വേഷം ബാബുവാനി തന്നെയായിരുന്നു അഭിനയിച്ചത്. ബാബുവാനി ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബാബുവാനി തമിഴ് സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് കാക്കമുട്ടൈ എന്ന് പറഞ്ഞ സിനിമ തോന്നുന്നു, അതിന്റെ സംവിധായകൻ മണികണ്ഠൻ ബാബുവാനിനെ അതിൽ ക്യാരക്ടറിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാനൊക്കെ സാറിനെ കണ്ടു വളർന്നാണ് സാർ ആ ഒരു സിനിമ പൂവിനെ പുതിയ പൂവ് തന്നെ റീമേക്ക് അന്നൊക്കെ സ്കൂൾ ചെറുപ്പത്തിൽ അത് കണ്ട് പേടിച്ച് പനി പിടിച്ചിട്ടുണ്ട്. അതായത് പിന്നീട് വന്ന് ഇന്നത്തെ ജനറേഷനിലൊക്കെ ബാബുവാനി എന്ന് പറയുന്ന അന്നത്തെ ഒരു കൊടും വില്ലൻ, നമുക്ക് വില്ലനായ ബാബുവാനിയെക്കാട്ടും ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത് നായകനായ ബാബുവാനിയാണ്. തമിഴന്മാർ കൂടുതൽ കണ്ടിട്ടുള്ളത് അവരുടെ വില്ലനായ ബാബുവാനിയാണ്. എന്തായാലും അതായിരുന്നു അപ്പൊ പറഞ്ഞു വന്ന അന്ന് തിയേറ്ററിൽ പരാജയമായിരുന്നെങ്കിലും ആ സിനിമ പിന്നീട് പല രീതിയിൽ ചർച്ചകളായിട്ടുണ്ടായിരുന്നു. ആവനാഴിയുടെ സെക്കൻഡ് പാർട്ട് പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ 91 ചെയ്തു, അതും വിജയം തന്നെയായിരുന്നു. എന്തായാലും 86 എന്ന് പറയുന്ന ഒരു വർഷം ഹിറ്റ് ഉണ്ടെങ്കിലും വളരെയധികം പരാജയങ്ങളിലൂടെ പോയ ഒരു വർഷമായിരുന്നു മമ്മൂക്കയ്ക്ക്. അത് 87 തുടക്കമൊക്കെ അത് ഉണ്ടായിരുന്നു. പിന്നീടാണ് ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമ 87 ജൂലൈയിൽ ഇവിടെ മമ്മൂക്കയ്ക്ക് തിരിച്ചു വരാൻ പറ്റിയത്. എന്തായാലും ഈ 86 ഈ ഓണം സീസണിൽ അന്ന് നിങ്ങൾ എത്ര പേരന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കൊക്കെ അന്ന് 1 വയസ്സുള്ളൂ, തിയേറ്ററിലൊന്നും ഒന്നും പോകേണ്ട പ്രായമായിട്ടില്ല. ഞാനൊക്കെ ഒരു 88, 89 ആയിട്ടാണ് തിയേറ്ററിലൊക്കെ പോയി തുടങ്ങിയത്. ഒരു LKG ഒക്കെ ആയപ്പോഴാണ് തിയേറ്ററിൽ കൊണ്ടുപോയി തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അന്ന് ഈ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് പറയാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബാലചന്ദ്ര മേനോന്റെ സിനിമ, അതിൻ്റെതായ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആവനാഴി കണ്ടിട്ടുണ്ടോ? എന്നാൽ ഈ ഒരു സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവർ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയുക. അതല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ പിന്നെ ഒരു TV യിലൊക്കെയാണ് കണ്ടതെങ്കിൽ ഈ പറഞ്ഞ പരാജയപ്പെട്ട സിനിമകൾ, അതിൽ ന്യായവിധിയും ഒക്കെ എനിക്ക് തോന്നുന്നു അതൊരു നോവലാണ്, അതും ഒരു നല്ല സിനിമ തന്നെയാണ് ന്യായവിധി. സായം സന്ധ്യ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതാണ്, ഒരു TV യിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അതൊരു ഫാമിലി സബ്ജക്റ്റ് ഒക്കെ തന്നെയാണ്, അത്യാവശ്യം പാട്ടുകളൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. എന്തുകൊണ്ട് അതൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് അറിയില്ല. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ, നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.